കർണാടക ധർമ്മസ്ഥലയിലെ വിവാദ വെളിപ്പെടുത്തലിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. മൃതദേഹം കുഴിച്ചിട്ടെന്ന് മുൻ ക്ഷേത്ര ജീവനക്കാരൻ മൊഴി നൽകിയ സ്ഥലങ്ങളിൽ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തും. പല ഭാഗങ്ങളിലായി കുഴികൾ എടുക്കുന്നത് പ്രാവർത്തികമല്ലാത്തതിനാലാണ് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന. 1994 മുതൽ 2014 വരെ 100-ലേറെ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന ധർമ്മസ്ഥല ക്ഷേത്ര മുൻ ജീവനക്കാരന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ജീവനക്കാരന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ക്ഷേത്രത്തിന് സമീപത്തെ അരുവിയോട് ചേർന്നുള്ള ഭാഗത്താണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതെന്നായിരുന്നു മൊഴി. എന്നാൽ സംഭവം വർഷങ്ങൾക്ക് മുൻപായതിനാൽ കൃത്യസ്ഥലം പറയാനാകുന്നില്ല. ഈ സാഹചര്യത്തിൽ വ്യാപകമായി കുഴിയെടുത്തുള്ള പരിശോധന നടത്തുന്നത് പ്രായോഗികമല്ലെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. അതിനാൽ പ്രാഥമിക പരിശോധന എന്ന നിലയിൽ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് അസ്ഥികൂടം കണ്ടെത്താനാകുമോ എന്ന പരിശോധനയാകും നടത്തുക. DIGയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരുകയും പിന്നീട് തുടർ നടപടികൾ സ്വീകരിക്കാനുമാണ് തീരുമാനം. ആഭ്യന്തര വകുപ്പും കോടതിയും ഇടപെട്ടതിനാൽ കൃത്യമായ ആലോചനകൾക്ക് ശേഷം മാത്രമാകും അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. 6 വയസ്സ് മുതൽ 16 വയസ്സ് വരെ പെൺകുട്ടികളുടേതുൾപ്പെടെ 100-ലേറെ പേരുടെ മൃതദേഹങ്ങൾ മാനേജറുടെ നിർദ്ദേശപ്രകാരം കുഴിച്ചുമൂടിയെന്നായിരുന്നു ജീവനക്കാരന്റെ മൊഴി. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത് 100% വിശ്വസിച്ചിട്ടില്ല. ന്യൂസ് മലയാളം, മംഗലാപുരം.